അദ്ദർസു സാലിസ് മൂന്നാമത്തെ പാഠം മാൽ ഉലമായി സയൻറ്റിസ്റ്റുകളോടൊപ്പം. ആലിമുൻ ജമ ഉലമാ പണ്ഡിതന്മാർ എന്ന അർത്ഥമുണ്ട് ഇവിടെ. സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരോടൊപ്പം. എന്തമാ ഫതഹൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ ജയിച്ചടക്കിയപ്പോൾ കീഴടക്കിയപ്പോൾ ബിലാദ ഫാരിസ് വശാം പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങൾ. ഷാം എന്നത് ഷാമാണ്, റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള സ്ഥലമാണ് ഷാം. ഇന്നത്തെ സിറിയ, ലബനാൻ, ജോർദാനൊക്കെ അടങ്ങിയ പ്രദേശം. അവിടെയും പേർഷ്യ മീൻസ് ഇന്നത്തെ ഇറാൻ, അതൊക്കെ ആ സാമ്രാജ്യങ്ങളൊക്കെ കീഴടക്കിയപ്പോൾ വജദു ഫിഹിമ അവിടെ അവർ കണ്ടു മക്തബാത്തിൻ ലൈബ്രറികൾ, മലി അത്തമ്പിൽ കുത്തുബിൽ യുനാനിയ ഗ്രീക്ക് പുസ്തകങ്ങളാൽ നിറഞ്ഞ ലൈബ്രറികൾ അവിടെ അവർ കണ്ടു. ഫതർജമുഹ ഇല ലോകത്തിൽ അറബിയ അപ്പോൾ ആ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളൊക്കെ, ഗ്രീക്ക് പുസ്തകങ്ങളൊക്കെ അവർ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. വതഅല്ലമൽ മുസ്ലിമൂന കസീറൻ മിനൽ ലുഗാത്തിൽ അജ്നബിയ മുസ്ലിങ്ങൾ ധാരാളം ഫോറിൻ ലാംഗ്വേജസ് പഠിച്ചു. മിസലൽ യുനാനിയ വ ലാറ്റീനിയ ലാറ്റിൻ, ഗ്രീക്ക് പോലുള്ള. വതർജമു മാ ഫിഹ മിൻ ഉലൂമിൻ ആ ഭാഷകളിലൊക്കെയുള്ള ഇൽമുകൾ അവർ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ദറസൽ മുസ്ലിമൂന തിൽക്കൽ ഉലൂമ അല്ലത്തി തർജമുഹ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഗ്രന്ഥങ്ങളൊക്കെ, ആ ഇൽമുകളൊക്കെ അറബികൾ പഠിച്ചു, മുസ്ലിങ്ങൾ പഠിച്ചു. വഫഹിമുഹ മനസ്സിലാക്കുകയും ചെയ്തു, പഠിച്ച് മനസ്സിലാക്കി, നന്നായി പഠിച്ചു. സുമ്മ സാദു അലൈഹ അൽ ഉലൂമല്ലത്തി അറഫുഹ പിന്നീട് അവർ മനസ്സിലാക്കിയ ഇൽമുകൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ ധാരാളം പുസ്തകങ്ങൾ അവർ പഠിച്ചു. അതിനുശേഷം അവരുടേതായ കണ്ടെത്തലുകൾ അവർ മറ്റു പല ഗ്രന്ഥങ്ങൾ, അവരുടേതായ കണ്ടെത്തലുകൾ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വച്ചു. വഹിയ കസീറത്തുൻ അത് ധാരാളമുണ്ട്. വക്കാനൽ മുസ്ലിമൂന എന്തമാ യഫ്തഹൂന ബലദൻ മുസ്ലിങ്ങൾ ഒരു രാജ്യം കീഴടക്കുമ്പോൾ യബ്നൂന ഫീഹി മസ്ജിദൻ വ മദ്രസത്തൻ അവിടെ അവർ പള്ളിയും സ്കൂളും സ്ഥാപിക്കുമായിരുന്നു. ഫൈദ കാനൽ ബലദു കബീറൻ ഇനി വലിയ രാജ്യമാണെങ്കിൽ ബനു ഫിഹി മദാരിസ കസീറ ധാരാളം സ്കൂളുകൾ സ്ഥാപിക്കും. വക്കാനു യബ്നൂനൽ ജാമിആത്തി അവർ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചിരുന്നു. വൽ മആമിൽ ലബോറട്ടറികൾ സ്ഥാപിച്ചിരുന്നു. വൽ മറാസിദ് ഒബ്സർവേറ്ററികൾ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ. വൽ മക്തബാത്ത് ലൈബ്രറികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്ഥാപിച്ചു. ഫിൽ മുദനിൽ കബീറത്ത് വലിയ വലിയ പട്ടണങ്ങളിൽ. മിസല കാഹിറത്ത് വ ബഗ്ദാദ് വ കുർത്തുബ കോർഡോവ, ബഗ്ദാദ്, കാഹിറ, കൈറോ പോലുള്ള പട്ടണങ്ങളിൽ. ലഹറ കസീർ മിനൽ ഉലമാഇൽ മുസ്ലിമീന ധാരാളം മുസ്ലിം സയൻറ്റിസ്റ്റുകൾ ഉണ്ടായി. ഫി മുഖ്തലിഫിൽ ഉലൂം വിവിധ വിജ്ഞാന ശാഖകളിൽ. ഫഫി ഇൽമിൽ കീമിയായി കെമിസ്ട്രിയിൽ ലഹറ ജാബിറുബിൻ ഹയ്യാൻ വന്നു. വ അല്ലഫ കുത്തുബൻ കസീറത്തൻ ഫി ഹാദൽ ഇൽമി ഈ കെമിസ്ട്രിയിൽ അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വഖദ് തുർജിമത്ത് ബഅ്ദു കുത്തുബി ജാബിർ ഇല ലോകത്തിൽ ലാറ്റീനിയ ഫിൽ ഖർനി സാനി അഷ്റ അൽ മീലാദി AD 12-ാം നൂറ്റാണ്ടിൽ ജാബിർ ബിൻ ഹയ്യാൻ്റെ പുസ്തകങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ ജാബിർ ബിൻ ഹയ്യാൻ അവ്വലു മൻ ഇസ്തഅമല തജ്രിബത്തുൽ ഇൽമിയത ഫി ഇൽമിൽ കീമിയ കെമിസ്ട്രിയിൽ ആദ്യമായി എക്സ്പെരിമെൻ്റ് ചെയ്തത് ജാബിർ ബിൻ ഹയ്യാനാണ്. ലോകത്താദ്യമായി കെമിസ്ട്രിയിൽ പരീക്ഷണം നടത്തിയത് ജാബിർ ബിൻ ഹയ്യാനാണ്. വഖ്തറ അഷ്യാ കസീറത്തൻ അദ്ദേഹം ധാരാളം വസ്തുക്കൾ കണ്ടുപിടിച്ചു. ഫി ഹാദൽ ഇൽമി ഈ ഒരു ശാസ്ത്രത്തിൽ, അതായത് കെമിസ്ട്രിയിൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജഅലതുഹു ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ആക്കി മിൻ അഅ്ലമി ഉലമാഇൽ കീമിയായി ഏറ്റവും മഹാന്മാരായ കെമിസ്ട്രി സയൻറ്റിസ്റ്റുകളിൽ ഒരാളാക്കി മാറ്റി അദ്ദേഹത്തെ. ഫി വക്തിഹി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കെമിസ്റ്റുകളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. വാ ഹാദ സബബു തസ്മിയത്തിഹി ബി അബുൽ കീമിയ ഇതാണ് അദ്ദേഹത്തിന് അബുൽ കീമിയ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന പേര് നൽകപ്പെടാൻ കാരണം. വക്കാനത്ത് കുത്തുബുഹു തുദറസു ഫി ജാമിഅത്തി ഉറുബ ഇല വക്തിൻ കരീബിൻ ഈ അടുത്ത കാലഘട്ടത്തിൽ വരെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലഹറ കസീർ മിനൽ ഉലമാഇൽ മുസ്ലിമിന ഫി ഇൽമി തുബ്ബി വൈദ്യശാസ്ത്രത്തിലാണെങ്കിൽ ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. വക്കാനൽ അത്തിബാ കസീറുന ഫി കുല്ലി ബലദിൻ ഇസ്ലാമീൻ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ധാരാളം ഡോക്ടർമാരുണ്ടായിരുന്നു. ഫഫി ബഗ്ദാദ് മസലൻ ബഗ്ദാദിലൊക്കെ കാനഹുനാക്ക കസീർ മിനൽ അത്തിബാ ധാരാളം ഡോക്ടർമാരുണ്ടായിരുന്നു. ബഗ്ദാദിൽ ആ കാലഘട്ടത്തിൽ, അബ്ബാസി കാലഘട്ടത്തിൽ ബഗ്ദാദ് പട്ടണത്തിൽ തന്നെ 700-ൽ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ചികിത്സ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്.
വാ കാന തൊബീബു എന്തമ യഫ്ഹസുൽ മരീള, അന്ന് അവർ ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ യസ് അലുഹു അൻ അലമിഹി, രോഗിയുടെ രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ അലമ് വേദനയെക്കുറിച്ച് ചോദിക്കും. വസബബിഹി, ആ വേദന ഉണ്ടാകാനുണ്ടായ കാരണത്തെക്കുറിച്ച് ചോദിക്കും. കമാ യസ് അലു, അതേപോലെ അദ്ദേഹം ചോദിക്കും അൻ ആദാത്തിഹി, അദ്ദേഹത്തിൻ്റെ രോഗിയുടെ ശീലങ്ങളെക്കുറിച്ച്, പതിവുകളെക്കുറിച്ച്. വ ത്വആമിഹി വ ഷറാബിഹി, അദ്ദേഹത്തിൻ്റെ ഭക്ഷണപാനീയങ്ങളെക്കുറിച്ച്. വൽ അമ്രാദില്ലത്തി അസാബത്തുഹു മിൻ ഖബ്ൽ, മുമ്പ് അദ്ദേഹത്തിന് ബാധിച്ച രോഗങ്ങളെക്കുറിച്ച് ചോദിക്കും. വക്കാന യസ് അലുഹു അൻ അഹ്വാലി ഉസ്രത്തിഹി അസ്വഹിയത്തി, രോഗിയുടെ കുടുംബത്തിൻ്റെ ആരോഗ്യാവസ്ഥകളെക്കുറിച്ച് ചോദിക്കും, രോഗിയുടെ വീട്ടുകാരുടെ. വൽ ജവ്വി ഫി ബലദിഹി, രോഗിയുടെ നാട്ടിലെ അന്തരീക്ഷത്തെക്കുറിച്ച് വരെ അവർ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അവർ ചികിത്സ നടത്തിയിരുന്നത്. വമിൻ ആലമി ഉലമായിൽ മുസ്ലിമിനെ ഫിത്തുബി ഇബ്നു സീന, ഏറ്റവും മഹാനായ മെഡിക്കൽ സയൻറ്റിസ്റ്റ്, മുസ്ലിങ്ങളിൽപ്പെട്ട മെഡിക്കൽ സയൻറ്റിസ്റ്റ് ആരായിരുന്നു? ഇബ്നു സീനയായിരുന്നു. വ ഇൻദമാ ഫി സാനിയത്തി വൽ ഇശ്രീന മിൻ ഉംരിഹി, അദ്ദേഹം തൻ്റെ 22ാമത്തെ വയസ്സിൽ അല്ലഫ കിതാബ് അൽ ഖാനൂൻ, ലോകപ്രശസ്തമായ അൽ ഖാനൂൻ ഫി തിബ്ബി എന്ന പുസ്തകം അദ്ദേഹം രചിച്ചു. വക്കാന മിൻ അഫ്ളലിൽ കുത്തുബി ഫി ഹാദൽ ഇൽമി, അതായിരുന്നു അത് ഏറ്റവും മികച്ച, ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങൾ, അതായത് ഫി ഹാദൽ ഇൽമി ഫി തിബ്ബി, മെഡിക്കൽ സയൻസിൽ ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമായിരുന്നു ഇത് അൽ ഖാനൂൻ ഫി തിബ്ബി, ഇബ്നു സീന രചിച്ച അൽ ഖാനൂൻ ഫി തിബ്ബി എന്ന ഗ്രന്ഥം. അവിസന്ന എന്നാണ് അദ്ദേഹം യൂറോപ്പിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. വഖത്ത് തുർജിമ ഇല ലോകത്തിൽ ലാറ്റീനിയത്തി ഫിൽ ഖർണി സാനി അഷറ, 12ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന് ഈ അൽ ഖാനൂൻ ഫി തിബ്ബി എന്ന പുസ്തകം ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുമ്മ തുർജിമ ഇല അഷറാത്തിൽ ലുഗാത്തിൽ അജനബിയ, പിന്നീടത് ഡസൻ കണക്കിന് ഫോറിൻ ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. വത്തുബിയ സിത്ത അഷറത്ത മറത്തൻ ബിൽ ലോകത്തിൽ ലാറ്റീനിയ ഫിൽ ഖർണിൽ ഖാമിസ അഷറ, 15ാം നൂറ്റാണ്ടിൽ മാത്രം ലാറ്റിൻ ഭാഷയിൽ അത് 16 തവണ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്, 16 പതിപ്പുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് ലാറ്റിനിൽ. വത്തുബിയ 20 മറത്തൻ ഫിൽ ഖർണി സാദിസ അഷറ, 16ാം നൂറ്റാണ്ടിൽ 20 തവണ ലാറ്റിൻ ഭാഷയിൽ അത് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. വക്കാന യുദറസ് ഫി ജാമിയാത്തി ഉറുബ മിനൽ ഖർണി സാനി അഷറ ഇലൽ ഖർണി സാമിൻ അഷറ, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ ആ പുസ്തകം 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ പഠിപ്പിക്കപ്പെട്ടു. എന്നുവെച്ചാൽ അന്ന് ലോകത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലൊക്കെ ആധികാരികമായി പഠിപ്പിക്കപ്പെട്ട മെഡിക്കൽ ഗ്രന്ഥം എന്ന് പറയുന്നത് അൽ ഖാനൂൻ എന്ന ഇബ്നു സീനയുടെ ഗ്രന്ഥമാണ്. 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള വലിയൊരു കാലയളവിൽ ഈ പുസ്തകമാണ് ആധികാരികമായ മെഡിക്കൽ ശാസ്ത്ര പുസ്തകം. വമിൻ ഒലമായിൽ മുസ്ലിമിനെ ഫിത്തുബി അയലൻ അബൂബക്കർ റാസി, മുസ്ലിങ്ങളായ മെഡിക്കൽ സയൻറ്റിസ്റ്റുകളിൽപ്പെട്ട മറ്റൊരാളാണ് അബൂബക്കർ റാസി. സാഹിബ് കിതാബിൽ അൽ ഹാവി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ റാസി. വഹ്വ അക്ബർ കിതാബിൻ മിനൽ കിതാബി അൽ ഖാനൂൻ, അൽ ഖാനൂൻ എന്ന ഇബ്നു സീനയുടെ ഗ്രന്ഥത്തെക്കാൾ വലിയ പുസ്തകമാണ് റാസിയുടെ അൽ ഹാവി എന്ന പുസ്തകം. റാസി എന്നാൽ ഇബ്നു സീനയേക്കാൾ മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. വഖത്ത് തുർജിമ ഇല ലോകത്തെ ലാറ്റീനിയ ഫിൽ ഖർണി സാലിസ് അഷർ, 13ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവരൊക്കെ ജീവിക്കുന്നത്, റാസിയും ഇബ്നു സീനയും ഒക്കെ ജീവിക്കുന്നത് 8ാം നൂറ്റാണ്ടിലും 9ാം നൂറ്റാണ്ടിലുമൊക്കെയാണ്. എന്നാൽ ഇവരുടെ ഗ്രന്ഥങ്ങൾ യൂറോപ്പിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് 12, 13 നൂറ്റാണ്ടുകളിലാണ്. എന്ന് വെച്ചാൽ യൂറോപ്പിൽ ആ കാലഘട്ടത്തിലാണ് സയൻസും ഗവേഷണങ്ങളുമൊക്കെ ഒന്ന് ഉണർന്നു വരുന്നത്. എന്നാൽ അറബ് നാട്ടിൽ അതിൻ്റെയൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അറബ് നാട്ടിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ട് സയൻസ് അത്യുന്നതയിൽ നിൽക്കുകയാണ്. പിന്നീടാണ് യൂറോപ്പ് പുരോഗമിച്ച് വന്നത്. പിന്നെ വഖത്ത് തുർജിമ ലോകത്തിൽ ലാറ്റിൻ ഫിൽ ഖർണി സാലിസ് വഖത്ത് വസഫർ റാസി കഥീറ മിനൽ അമ്രാദ്, ധാരാളം രോഗങ്ങളെക്കുറിച്ച് റാസി വിവരിച്ചിട്ടുണ്ട്. അല്ലത്തി അറഫഹ അന്നാസു ഫി അയ്യാമിഹി, തൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ അറിഞ്ഞിരുന്ന, മീൻസ് ആ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പല രോഗങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വഹുനാക്കൽ ആലിമുൽ മുസ്ലിം ഇബ്നുൽ ഹൈസം, മറ്റൊരു മുസ്ലിം പണ്ഡിതനാണ് ആര്? ഇബ്നുൽ ഹൈസം. വഹുവ അഫ്ളലു മൻ കതബ ഫി തിബ്ബിൽ ഉയൂൻ, ഒപ്താൽമോളജിയിൽ, നേത്രചികിത്സയിൽ ഏറ്റവും മികച്ച ഗ്രന്ഥങ്ങൾ രചിച്ച
സയൻറ്റിസ്റ്റാണ് അദ്ദേഹം, ഇബ്നുൽ ഹൈസം. പിന്നെ വഹുനാക്ക ഇബ്നുൻ നഫീസ് ഉണ്ട്. അദ്ദേഹം ആരാണ്? അവലുമൻ ഇക്തശ്വ ദൗറത്ത് ദമവിയ ഫിൽ ആലം, ലോകത്ത് തന്നെ ആദ്യമായി ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം കണ്ടുപിടിച്ച വ്യക്തിയാണ്, ഡോക്ടറാണ് ആര്? ഇബ്നുൻ നഫീസ്. ഇവരൊക്കെ ഇസ്ലാമിക കാലഘട്ടത്തിലെ സയൻറ്റിസ്റ്റുകളാണ്. അല്ലഫ ഉലമാ ഉൽ മുസ്ലിമീന കസീറൻ ഫി റിയാദിയാത്ത്, ഗണിതശാസ്ത്രത്തിലാണെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. വയസ്താമിലുൽ ഔറുബിയൂന ഹത്തല്യോമി ബഅൽ കലിമാത്തിൽ അറബിയത്ത് ഫി ഹാദൽ എൽമി, ഈ എൽമിൽ, അതായത് ഗണിതശാസ്ത്രത്തിൽ, മാത്തമാറ്റിക്സിൽ ഇന്ന് വരെ യൂറോപ്യന്മാർ പല അറബ് വേർഡ്സുമാണ് യൂസ് ചെയ്യുന്നത്. മിസ്ല കലിമത്തുൽ ജബർ, അൽ ജബർ എന്ന വാക്ക് പോലെ, അൽ ജിബ്ര അല്ലേ, അത് അറബി വാക്കാണ്, ഒറിജിൻ. അൽ ജബർ എന്നതാണ് ശരിയായ അറബി വാക്ക്. അല്ലഫൽ മുസ്ലിമുന കുതുബൻ കസീറത്ത് ഫി ഇൽമിൽ ജഗ്രാഫിയ, പിന്നെ മുസ്ലിങ്ങളുടെ മറ്റൊരു പ്രധാന ഏരിയയാണ് ജിയോഗ്രഫി അല്ലേ. ജിയോഗ്രഫിയിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഫഹും യുസാഫിറു മിൻ ബലദിൻ ഇല ബലദിൻ, ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് അറബികൾ യാത്രയെ പണ്ട് മുതലേ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. യാത്ര ഇഷ്ടപ്പെടുക മീൻസ് അവരുടെ ആ പ്രദേശം എന്ന് പറയുന്നത് യാത്ര ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രദേശമാണ്. അവർക്ക് നിത്യോപയോഗ സാധനങ്ങളും ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും മറ്റെല്ലാം കിട്ടണമെങ്കിൽ മറ്റു നാടുകളെ ആശ്രയിക്കണം. അതുകൊണ്ട് അവർ യാത്ര ചെയ്ത് വരുന്നവരാണ് പണ്ട് മുതലേ. അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഭയങ്കരമായ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിഭാഗമാണ് അറബികൾ എന്ന് പറയുന്നത്. മീൻ ബലദിൻ ഇല ബലദിൻ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അവർ പോകും. വയസിഫൂൻ അൽ അഷ്യ അല്ലത്തി യുഷാഹിദൂനഹ, അവർ കാണുന്ന എല്ലാ വസ്തുക്കളെയും അവർ രേഖപ്പെടുത്തി വെക്കും, അതിനൊക്കെ വിവരിച്ച് അവർ എഴുതി വെക്കുമായിരുന്നു. വഖദ് തറക്ക റഹാലത്തുൽ മുസ്ലിമിന്, മുസ്ലിം യാത്രികൾ, സഞ്ചാരികൾ തറക്ക ഉപേക്ഷിച്ചു പോയി, നമുക്ക് വേണ്ടി ഇട്ടേച്ച് വെച്ചു. മിസ്ല ഇബ്നു ബത്തൂത്ത ഇബ്നു ജുബൈർ പോലുള്ളവർ കസീറ മിനൽ കുതുബ്, ധാരാളം പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചു. അല്ലത്തി തസിഫു അഹ്വാലൽ ബിലാദിൽ മറൂബിഹ, അവർ സഞ്ചരിച്ച രാജ്യങ്ങളെക്കുറിച്ച് വിവരിച്ചെഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ ഇവർ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോയി. വക്കാനത്തിൽ മുസ്ലിമിനെ സുനാഅത്തുൻ കസീറത്തുൻ, ധാരാളം നിർമ്മാണങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. മിസ്ല സുനാഅത്തിൽ വർക്ക്, പേപ്പർ നിർമ്മാണം, വസുജാജ്, ഗ്ലാസ് നിർമ്മാണം, വസുക്കർ, പഞ്ചസാര, വസജാദ്, പരവതാനി നിർമ്മാണം, അങ്ങനെ ഒരുപാട് ഫാക്ടറികളും നിർമ്മാണശാലകളും ഇവർക്കുണ്ടായിരുന്നു. വഖദ് അറഫു സുനാഅത്ത് സുഫ്നി, കപ്പൽ നിർമ്മാണം അവർക്കറിയാം. വസിലാഹ്, ആയുധങ്ങൾ നിർമ്മിക്കും. വസിനാഅത്ത് സാആത്തി വദ്ദവായി, മരുന്നുകളും ക്ലോക്കുകളും അവർ നിർമ്മിച്ചിരുന്നു. അഖദൽ ഉറുബിയൂന അക്സറ ഹാദിഹി സുനാഅത്തി അനിൽ മുസ്ലിമീൻ, യൂറോപ്യന്മാർ ഈ പറയപ്പെട്ടതിൽ കൂടുതൽ നിർമ്മാണങ്ങളും മനസ്സിലാക്കിയത് മിനൽ മുസ്ലിങ്ങളിൽ നിന്നാണ്. വക്കാനു യസ്താമിലൂന അഹിയാനൻ അൽ കലിമത്തുൽ അറബിയ, പലപ്പോഴും അവർ അറബി പദങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. മിസ്ല കലിമത്ത് സുക്കർ എന്ന കലിമത്ത് പോലെ, സുക്കർ പഞ്ചസാര, ഇംഗ്ലീഷിൽ ഷുഗർ എന്നാണ് അല്ലേ, അത് സുക്കറിൽ നിന്നും വന്നതാണ്. അല്ലത്തി തുസ്താമുൽ ഹത്തല്ലാൻ ഫി ജമീഅ ലുഗാത്തിൽ അറബിയ, യൂറോപ്പിലെ എല്ലാ ഭാഷകളിലും പഞ്ചസാരക്ക് സുക്കർ എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഷുഗർ അതിൽ നിന്നും വ്യതിരിക്തമായ ചില വേരിയൻറ്റുകളിലായിട്ടുള്ള പദങ്ങൾ. ഓക്കെ, മുഖ്താർ മിൻ അഹബിൽ അറബി എന്നതിൽ നിന്നും എടുക്കപ്പെട്ട ഒരു ആർട്ടിക്കിളാണിത്. ഇനി ഇവിടെ മയ്യിസ് അസ്സവാബ മിൻ അൽ ഖത ഫി തസ്രീഹാത്തി താലിയ, താഴെയുള്ളവയിൽ നിന്നും ശരിയും തെറ്റും കണ്ടുപിടിക്കണം. കാനൽ മുസ്ലിമുൻ ലാ യഅരിഫുന ലുഗാത്തിൽ അജ്നബിയ്യ, മുസ്ലിങ്ങൾക്ക് ഫോറിൻ ലാംഗ്വേജസ് അറിയുമായിരുന്നില്ല, തെറ്റാണ്, ഖത്താണ്. ലം യസിദ് അൽ മുസ്ലിമൂന അലൽ ഉലൂമില്ലത്തി തർജമുഹ ഷൈഅൻ, മുസ്ലിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇൽമുകളിൽ ഒന്നും അധികരിപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഒരുപാട് കാര്യങ്ങൾ അധികരിപ്പിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങ് പിന്നീട് മുസ്ലിങ്ങൾ എഴുതിയിട്ടുണ്ട്. കാന ജാബിർ ബിൻ ഹയ്യാൻ മിൻ ആളമി ഉലമാൽ കീമിയ ഫി വഖ്തിഹി, ജാബിർ ബിൻ ഹയ്യാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കെമിസ്റ്റുകളിൽ ഒരാളായിരുന്നു. ശരിയാണ്. കാന ഇബ്നു സീന മിൻ ആളമി ഉലമാൽ ഹന്ദസ ഫി വഖ്തിഹി, ഇബ്നു സീന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളായിരുന്നു. അത് ശരിയല്ല അല്ലേ. മിൻ ആളമി ഉലമായി തിബ്, മെഡിക്കൽ സയൻറ്റിസ്റ്റുകളിൽ ഒരാളാണ്. ഇക്തഷഫ ഇബ്നു നസീഫ് ദൗറത്ത് ദമവിയ, ഇബ്നു നസീഫ് ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തി. ശരിയാണ്. അഖദൽ അറബ് കലിമത്ത് ജബർ മിനൽ ലോകത്തിൽ ഇഞ്ചിലീസ്, ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നാണ് ജബർ എന്ന വാക്ക് അറബികൾ എടുത്തത്. അത് തെറ്റാണ്, അറബിയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോയത് അല്ലേ. ഇനി ഇവിടെ അക്മിൽ എന്തമാ ഇത് പൂരിപ്പിക്കണം. എന്തമാ യഫ്തഹുൽ മുസ്ലിമുന ബലദൻ യബ്നൂന ഫിഹി, മുസ്ലിങ്ങൾ ഒരു രാജ്യം കീഴടക്കുമ്പോൾ യബ്നൂന ഫിഹി, അവിടെ അവർ നിർമ്മിച്ചിരുന്നു എന്തൊക്കെ? അൽ മദാരിസ വൽ മസാജിദ വൽ മസാനി വൽ മറാസിദ, അതൊക്കെ നിർമ്മിച്ചിരുന്നു അല്ലേ.
ബനൽ മുസ്ലിമുന ഫിൽ മുദനിൽ കബീറത്ത്, വലിയ പട്ടണങ്ങളിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്തൊക്കെ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. ഏതൊക്കെ പട്ടണങ്ങളിൽ? മിസൽ കാഹിറ, ബഗ്ദാദ്, കുർത്തുബ പോലുള്ള പട്ടണങ്ങളിലൊക്കെ. അബുൽ കീമിയ, കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്? ഇബ്നു ഹയ്യാൻ അല്ലേ, ജാബിർ ഇബ്നു ഹയ്യാൻ. സാഹിബ് കിതാബിൽ ഖാനൂൻ, അൽ ഖാനൂൻ എന്ന ഗ്രന്ഥത്തിൻ്റെ സാഹിബ് രചയിതാവാരാണ്? ഇബ്നു സീന. സാഹിബ് കിതാബിൽ ഹാവി, അൽ ഹാവി എഴുതിയതാരാണ്? അത് അബൂബക്കർ റാസി. കാനത്തിൽ മുസ്ലിമിനെ സിനാഅത്തുൻ കസീറത്തുൻ, ധാരാളം സിനാഅത്ത് നിർമ്മിതികൾ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്? ഒരുപാട് സിനാഅത്ത്. അതൊക്കെ ഇനി ജമ്മുകൾക്ക് മുഫ്രദുകൾ ഉണ്ടാക്കണം. മക്തബാത്ത്, മുഫ്രദ് മക്തബത്ത് ലൈബ്രറി. മസാജിദ്, മുഫ്രദ് മസ്ജിദ് പള്ളി. മറാസിദ്, മുഫ്രദ് മർസദ് ഒബ്സർവേറ്ററി നിരീക്ഷണാലയം. സിനാഅത്ത്, മുഫ്രദ് സിനാഅത്ത് നിർമ്മാണം. മുസ്ലിം ജമ മുസ്ലിമൂന, തബീബ് ജമ അത്തുബ ആണ്, അത്തുബ. മുഅല്ലിമുൻ മഅമലുൻ മആമിൽ മീൻസ് ലബോറട്ടറീസ്. കലിമത്തുൻ പദം, കലിമാത്ത്. ഓക്കെ. ഇസ്തഖ്രിജ് അൽ കലിമത്തുല്ലതി തദുല്ലു അലൽ മആനി അത്താലിയ മിനൻ നസ്സി, താഴെയുള്ള അർത്ഥങ്ങളുള്ള വാക്കുകൾ പാഠഭാഗത്തു നിന്നും കണ്ടുപിടിക്കണം. ദഖല ബലദൻ ബിൽ ഖുവ്വത്തി, സൈന്യത്തോടെ സൈനികമായിട്ടൊരു രാജ്യത്തിൽ പ്രവേശിച്ചു, അതായത് രാജ്യം കീഴടക്കി എന്നത് എന്താണ്? ഫതഹ എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്ന വാക്ക് അല്ലേ. അപ്പോൾ ദഖല ബലദൻ ബിൽ ഖുവ്വത്തി എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഫതഹ എന്ന വാക്കാണ്, ജയിച്ചു. അക്കാമ അല്ലെങ്കിൽ കീഴടക്കി, അക്കാമ സ്ഥാപിച്ചു. അതിൻ്റെ മറ്റൊരു വാക്ക് ഉപയോഗിച്ചത് ബന, നിർമ്മിച്ചു എന്നാണ് അല്ലേ. മിഅത്തുസന 100 വർഷം, അതിന് കർണ് എന്നുപയോഗിച്ചിട്ടുണ്ട്, നൂറ്റാണ്ട്. അൽ ഇൻസാനുല്ലതി യുസാഫിർ കസീറൻ, ധാരാളം യാത്ര ചെയ്യുന്ന മനുഷ്യൻ. റഹാലത്ത് അല്ലേ, യാത്രക്കാരൻ, സഞ്ചാരി. ഇനി കവിൻ ജുമലൻ കമ്മാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ജുംലകൾ ഉണ്ടാക്കണം. ജാബിർ അൽ കീമിയ, അതിനെങ്ങനെയാണ് മാറ്റിയത്? ജാബിർ മിൻ അഅ്ലമി ഉലമാഇൽ കീമിയ ഫി അസ്രിഹി, ജാബിർ തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും മഹാന്മാരായ കെമിസ്റ്റുകളിൽപ്പെട്ട ഒരാളാണ്. ഇബ്നു സീന അത്തിബ്, അതും അതേപോലെ എഴുതുക. ഇബ്നു സീന മിൻ അഅ്ലമി ഉലമാഇ തിബ്ബി ഫി അസ്രിഹി. അൽ ഖവാറസ്മി റിയാദിയാത്ത്, അൽ ഖവാറസ്മി മിൻ അഅ്ലമി ഉലമാഇ റിയാദിയാത്തി ഫി അസ്രിഹി. ഖവാറസ്മി തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച മാത്തമെറ്റീഷ്യൻസിൽ ഒരാളായിരുന്നു. ഇബ്നു ഖൽദൂൻ മിൻ അഅ്ലമി ഉലമാഇ താരിഖ് ഫി അസ്രിഹി, ചരിത്രം. അൽബറൂണി മിൻ അഅ്ലമി ഉലമാഇൽ ജുഗ്റാഫിയത്തി ഫി അസ്രിഹി, ജിയോഗ്രഫി. ഇബ്നുൽ ഹൈസം മിൻ അഅ്ലമി ഉലമാഇൽ ഫിസിയ, നേരത്തെ നമ്മൾ ഇബ്നുൽ ഹൈസം തിബിനെ പറ്റി പറഞ്ഞല്ലേ, അദ്ദേഹം ഒരു ഫിസിസ്റ്റും കൂടിയാണല്ലേ, എന്താണ് ഫിസിക്സിലെ സയൻറ്റിസ്റ്റും കൂടിയാണ്. ഇബ്നുൽ ബൈത്താർ മിൻ അഅ്ലമി ഉലമാഇ നബാത്താത്തി ഫി അസ്രിഹി, നബാത്ത് മീൻസ് ബോട്ടണി. അൽ ഖലീൽ മിൻ അഅ്ലമി ഉലമാഇൽ ലുഗത്തി ഫി അസ്രിഹി. അൽ മൂസിലി മിൻ അഅ്ലമി ഉലമാഇൽ മൂസിക്ക, മൂസിക്ക മീൻസ് മ്യൂസിക്. ഓക്കെ. ഇനി അൽ കിതാബ് എന്നും ഒരു ബാറിട്ട് കൊണ്ട് 12 എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജവാബ് നോക്കാം. തുർജിമൽ കിതാബ് ഫിൽ കർണി സാനി അഷറ, 12 എന്നത് അൽ കർണു സാനി അഷറയാണ് ഉദ്ദേശിക്കുന്നത്, 12-ാം നൂറ്റാണ്ട് എന്ന്. അപ്പോൾ അതേപോലെ താഴെയുള്ളതൊക്കെ നൂറ്റാണ്ട് വെച്ച് എഴുതണം. കുത്തിബത്ത് അൽ കിസ്സത്തു, കുത്തിബത്തിൽ കിസ്സത്തു, കഥ രചിക്കപ്പെട്ടു. എപ്പോൾ? ഫിൽ കർണിൽ ഹാദി അഷറ, 11-ാം നൂറ്റാണ്ടിൽ. ബുനിയൽ ഖസ്റു, കൊട്ടാരം നിർമ്മിക്കപ്പെട്ടു. ഫിൽ കർണിൽ ഹാമിസി അഷറ. ഫുതിഹത്തിൽ മദീനത്തു ഫിൽ കർണി സാമിനി അഷറ. ഫുക്കിദത്തി സഫീനത്ത്, ഫുതിഹത്തിൽ മദീനത്ത് മീൻസ് പട്ടണം കീഴടക്കപ്പെട്ടു. ഫുക്കിദത്തി സഫീനത്തു, കപ്പൽ നഷ്ടപ്പെട്ടു. ഫിൽ കർണി സാദിസി അഷറ, 16-ാം നൂറ്റാണ്ടിൽ. ബുനിയൽ ഖസ്റു മീൻസ് കൊട്ടാരം നിർമ്മിക്കപ്പെട്ടു. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്. ഇനി അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ പറയാം.